വള്ളംകളിയുടെ പൂര ആവേശം, അതായത് ജലത്തിന് തീപിടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? പുന്നമടക്കായലിന് തീപിടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അത് കാണണമെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടരെ നിങ്ങൾ വരുവിൻ, പള്ളാത്തുരുത്തിയിലേക്ക് വരുവിൻ, ഈ കാഴ്ചകൾ കാണുവിൻ. ഇനി ഞാൻ പ്രേക്ഷകരുടെ പറയാൻ പോകുന്നത്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ആരെയാ തുഴയുന്നത്? മേൽപ്പാടം ചുണ്ടനെയാണ് തുഴയുന്നത്. അതായത് മേൽപ്പാടം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലല്ല. മേൽപ്പാടം ഏത് പഞ്ചായത്താ? വിയ്യപുരം പഞ്ചായത്താ. പക്ഷേ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പള്ളാത്തുരുത്തി മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു, പള്ളാത്തുരുത്തി. അപ്പൊ പള്ളാത്തുരുത്തി വേറെ, മേൽപ്പാടം വേറെ. പക്ഷെ ഈ വള്ളംകളി വരുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ ഇന്നത്തെ ഈ വർഷം 2-1. മേൽപ്പാടത്തിന് പള്ളാത്തുരുത്തി വേണം, പള്ളാത്തുരുത്തിക്ക് മേൽപ്പാടത്തിന് വേണം, ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ വേണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ പള്ളാത്തുരുത്തി മേൽപ്പാടത്ത് എത്തിയിരിക്കുന്ന മനുഷ്യരാണ് ഇവിടെ. അപ്പോൾ ഇവരുടെ ടീഷർട്ടൊക്കെ കാണുമായിരുന്നു, സൂപ്പർ ടീഷർട്ട് കേട്ടാ. മേൽപ്പാടം ഞങ്ങളുടെ നെഞ്ചിനകത്താണ്. നമുക്ക് അയലത്ത് വള്ളങ്ങളുണ്ട്, പക്ഷെ എല്ലാം നമ്മളെ കളിയാക്കും. ആഞ്ഞിലിക്കുരു ഇട്ടോ കിളിച്ചു വന്നു. നമുക്ക് ആഞ്ഞിലിക്കുരു വെച്ചല്ലേ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് പ്രാദേശിക കളികളെ കപ്പെടുത്തിട്ടുണ്ട്. അതാണ് നോക്കൂ, അതായത് അപഹസിക്കപ്പെട്ട് കളിയാക്കപ്പെട്ടവന്റെ വികാരവുമായിട്ടാണ് മേൽപ്പാടം ഇത്തവണ നീറ്റിലിറങ്ങാൻ പോകുന്നത്. തുഴയുന്നത് ആരാ? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ആണ്. അപ്പോ ഇതുവരെയുള്ള എല്ലാ കളിയാക്കലുകൾക്കും വിട. ഇന്നതിന് മേൽപ്പാടം പുന്നമടക്കായലിനെ സാക്ഷി നിർത്തി കാലത്തോട് ആ പകരം ചോദിച്ചിരിക്കും. ഉറപ്പായിട്ട് ചോദിച്ചിരിക്കും. കുറച്ച് ദിവസമായിട്ട് വന്ന് നിൽക്കാൻ തോന്നുന്നു. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പല ഹോട്ടലുകളിലൊക്കെ ആയിട്ട് താമസിക്കുന്നതാണ്. നാട് ഇങ്ങനെ അവരുടെ ക്ലബ്, അവരുടെ ചുണ്ടൻ വിജയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിൽ നിന്ന് വന്നു. കുവൈറ്റ്, ഖത്തർ, ദുബായ്, അമേരിക്ക, സൗദി, കാനഡ, അതെ ഖത്തറിൽ നിന്ന് വരികയാണ്. ഇതിന് വള്ളംകളിക്ക് വേണ്ടി മാത്രം, ഒരു നാട് വിജയിച്ചു വരുന്നത് വരാൻ വേണ്ടി മാത്രം അങ്ങനെ തീയതി കുറിച്ച് നിശ്ചയിച്ചു വന്ന മനുഷ്യരാണ് നമുക്കൊപ്പം ഉള്ളത്. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. അപ്പൊ ഞങ്ങളെ വള്ളത്തിന്റെ ജേഴ്സി താങ്ക് യു. അപ്പൊ ഒരു ജേഴ്സി കൂടി കിട്ടിയിട്ടുണ്ട് രാവിലെ. നമ്മൾ മെസ്സി വരുന്നുണ്ട്. നമുക്ക് നീലയോടും പ്രത്യേക സ്നേഹമുണ്ട്. ജേഴ്സിയുടെ മാത്രം ഈ വർഷത്തെ സ്പെഷ്യലായിട്ട് നെഹ്റു ട്രോഫിക്ക് വേണ്ടി മാത്രം ഇറക്കിയ ടീഷർട്ടാണ് ഇതും സംഭാവന. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഒരു നാട് ഗംഭീരമാണ്. ഒരു ഭാഗത്തിത്, ഒരു ഭാഗത്തിത്. അപ്പൊ നമ്മുടെ വാർത്താ സംഘം രഞ്ജിത്ത് ഇപ്പൊ പ്രേക്ഷകർക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു സിനിമയിൽ സിനിമിക്കുന്ന ജഗതിയെ പോലെയില്ലേ? ഒരു ഭാഗത്ത് ജേഴ്സി, ഇതെല്ലാം കൂടി ഉണ്ട്. കോമഡിയാണ് കേട്ടു. പക്ഷേ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അല്ലേ? ഞാൻ പറയായിരുന്നു, ഇതൊക്കെ കൂടെ വെച്ച് വിടുമ്പോഴേ ആൾക്കാർ ചോദിക്കും ഒരു ജേഴ്സിക്ക് എത്ര വില എന്ന് ചോദിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് കണ്ണൂരിലൊരു വാർത്തയിലേക്ക് പോകണം. ഈ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് വാർത്ത എടുക്കാൻ പോലും തോന്നില്ല. ആ തരത്തിലുള്ളൊരു ഇലക്ട്രിഫൈങ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പള്ളാത്തുരുത്തിയിൽ പമ്പയുടെ തീരത്തൂടെ പോവുകയാണ്. നമസ്കാരം. എവിടെയാ സ്ഥലം? ചക്കുളത്ത് കാവിൽ നിന്ന് വന്ന ശ്രീദുർഗ കലാസമിതി, ശ്രീ ബ്രഹ്മ കലാസമിതിയിലെ കലാകാരന്മാർ നമുക്കൊപ്പം ഉണ്ട്. അവരുടെ ഒരു മിനി പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ണൂരിലെ ആ വാർത്തയിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ നാട്ടുകാർ മുഴുവനുണ്ട്. നമുക്ക് ഓട്ടോറിക്ഷ കടത്തിവിടാമെന്ന് തോന്നുന്നു. ഓട്ടോറിക്ഷ പോകുന്നു. നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ട് രഞ്ജിത്തിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രാഫിക് നിയന്ത്രണം. അപ്പോൾ നമുക്കപ്പോൾ തുടങ്ങാം. അപ്പോൾ പ്രേക്ഷകർ റെഡിയാണ്. അപ്പോൾ മുബഷീർ റെഡിയല്ലേ? ബൈക്കും കൂടെ പോട്ടെ. റൈറ്റ്, ഓക്കെ, റെഡി, ഓക്കെ. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. ശ്രീ ബ്രഹ്മ കലാസമിതിയുടെ നമ്മുടെ ക്യാപ്റ്റൻ എത്തിയിട്ടോ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ അലൻ. മുഖത്ത് ടെൻഷനേ ഇല്ല. കൂൾ ക്യാപ്റ്റൻ. ക്രിക്കറ്റിന് ധോണിയെങ്കിൽ, അർജന്റീനയ്ക്ക് മെസ്സി എങ്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് അലൻ. ഗുഡ് മോർണിംഗ്. ടെൻഷനൊന്നും ഇല്ലല്ലോ? എനിക്കൊരു ടെൻഷൻ മേൽപ്പാടത്തു നിന്നുള്ള മനുഷ്യന്റെ വന്ന് തമ്പടിച്ചേക്കുക. അവര് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. മേൽപ്പാടത്തുകാരോട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, കളിയാക്കുന്നുണ്ടായിരുന്നു. ഇന്നവരെ കപ്പടിച്ചിട്ടില്ലല്ലോ. പ്രാദേശിക മത്സരങ്ങളിൽ മേൽപ്പാടം ചുണ്ടൻ വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ആഞ്ഞിലിക്കുരു ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് മേൽപ്പാടത്തിന്. പറയുന്നവര് പറയട്ടെ, ഇന്ന് വൈകിട്ട് 5:30 ആവുമ്പോ ഞങ്ങളൊരു റിസൾട്ടുമായിട്ട് വരും. അത് മേപ്പാടം വള്ളത്തിന്റെ ആദ്യ കിരീടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലൂടെ. അത് ഞങ്ങളുടെ മേൽപ്പാടത്തുകാരും വിയ്യാപുരംകാരും കാത്തിരുന്നോളൂ. നിങ്ങളുടെ മുന്നിൽ ആഞ്ഞിലിക്കുരു കിളിച്ചോ എന്ന് ചോദിച്ച് കളിയാക്കി വന്നവർക്ക് ഇന്ന് 5:30 അലന്റെ നേതൃത്വത്തിലുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, റിപ്പോർട്ടർ പിന്തുണയ്ക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആ മേൽപ്പാടത്തിന്റെ തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു നിർത്തും. ആരുടെ മുന്നിലും ഇനി തല കുളിക്കേണ്ടി വരില്ല മേൽപ്പാടത്തിന്. അപ്പോൾ അലൻ, എല്ലാവിധ ആശംസകളും. ഉഷാറായി. നമ്മുടെ ക്യാമ്പിൽ ഓക്കെ അല്ലേ കാര്യങ്ങളൊക്കെ? എപ്പോഴാണ് നമ്മൾ നീറ്റിൽ ഇറക്കുന്നത്? ഞങ്ങൾ 10:30ക്കും 10
10:15 10:30. 10:15 10:30 ഇടയ്ക്കുള്ള ശുഭനിമിഷത്തിൽ നമ്മൾ നീറ്റിലിറക്കും ഇന്ന് കപ്പടിക്കാൻ പോകുന്ന മേൽപ്പാഞ്ചൂട്. എല്ലാവിധ ആശംസകളും ഉഷാറായി നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. പവർഫുൾ, ഡബിൾ പവർഫുൾ, ഡബിൾ നമ്മളുണ്ട് കരയിൽ. ഓക്കെ, ക്യാപ്റ്റൻ അതെ അതെ രാജവണ്ണനാണ് നമ്മുടെ പള്ളാത്തുരുത്തി വണ്ടി കൊണ്ടുവരുന്നത്. അതെ, ഇവര് ചങ്കുകളാണ്. പക്ഷെ ഇത് മാറി നിൽക്കുവാണ്. ഒരു 2 വാക്ക് സാറ് സംസാരിപ്പിക്കാം. നമ്മൾ ഉഷാറായി നോക്കൂ. മേൽപ്പാടം എന്ന് പറയുന്ന നാടിന്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ പള്ളാത്തുരുത്തിയിലെ മനുഷ്യന് ചേരുന്നതിനേക്കാൾ വലിയ കാഴ്ച വേണോ ഈ ലോകത്ത്? 2 നാട്, ഒറ്റ ലക്ഷ്യം, നമ്മുടെ ട്രോഫി അല്ലേ? അതെ, തീർച്ചയായിട്ടും അലൻ പറഞ്ഞ കണക്ക് തന്നെ. ഞാൻ രാവിലെ കുറെ തള്ളിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ 5 വർഷമായിട്ട് ഇവിടെ വിജയിക്കുന്നുണ്ട്. ഈ പറയുന്ന കപ്പ് പള്ളാത്തുരുത്തി എടുത്തിട്ടുണ്ട്. അലൻ ക്യാപ്റ്റൻ ആണ്, കപ്പ് കൊണ്ടുവരും സാറേ എന്നാ പറഞ്ഞിരിക്കുന്നത്. സാറ് പറഞ്ഞ തള്ളൊന്നുമല്ല, അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കൃത്യമായിട്ടും 5:30 റിസൾട്ട് ഉണ്ടായിരിക്കും. നമ്മള് അലൻ ഈ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കുന്നത് മേൽപ്പാടത്തിന്റെയും പള്ളാത്തുരുത്തിയുടെയും കുട്ടനാടിന്റെയും ഒരു സ്നേഹവും പ്രതീക്ഷയും മാത്രമല്ല, ഞങ്ങളുടെ മാനം കൂടിയാണ്. അപ്പൊ സൂക്ഷിക്കണം തീർച്ചയായും. അപ്പൊ എന്ത് ആവേശത്തിൽ നമ്മളുണ്ടാവും കറയിൽ. TBC എന്നാൽ പ്രൊഫഷണൽ ബോട്ട് ക്ലബ്. എക്സാക്ട്ലി. അതുകൊണ്ട് പ്രൊഫഷണലെ ഇറക്കി പള്ളാത്തുരുത്തിയെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ചോളൂ. തേയിലയും കൊണ്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടങ്ങാം. നേടിയെടുക്കും 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 PBC നേടിയെടുക്കും PBC നേടിയെടുക്കും മേൽപ്പാടം നേടിയെടുക്കും മേൽപ്പാടം നേടിയെടുക്കും. ഓക്കെ, ഉഷാറാക്കിക്കോ. ഡബിൾ എനർജി